വണക്കം. വണക്കം. സേതുരാമയ്യരുടെ വീടല്ലേ ഇത്? ആളറിയാതെ ഫോണിലൂടെ. അദ്ദേഹം ഇല്ലേ ഇവിടെ? മന്നിച്ചിരുന്നോ? സേതു അമ്പലത്തിൽ തൊഴാൻ പോയി. ഓക്കെ ഓക്കെ, ജീപ്പിലോട്ട് കയറി. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താ എല്ലാരും കൂടെ ഭണ്ണാരപ്പറ്റി ചുറ്റും നിൽക്കുന്നേ? കുറച്ച് നാളായി വല്ലാത്ത ധർമ്മസങ്കടത്തിലാ സാറ് ഞങ്ങള്. 4-5 മാസങ്ങളായി തുടങ്ങിയിട്ട് ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല. 50-ന്റെയും 100-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ, പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല. എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ട് തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി? സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അതെ സാർ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? കംപ്ലൈന്റ് ചെയ്തു സാർ, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. 3-4 പ്രാവശ്യം സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും വിഴുങ്ങി ബിൽസും വാങ്ങിച്ചു വലിച്ചിട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ കമ്മിറ്റിക്കാർക്ക് 1,500 രൂപ നഷ്ടം. അതേ നടന്നുള്ളൂ. എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ട് കുറെ ഇടിച്ചു. അതാ ഉണ്ടായത്. രണ്ട് പച്ചരിക്കലും കുറച്ച് ചക്കമുളഞ്ഞിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിനെന്താ, സംഘടിപ്പിക്കാം സാർ. ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്? അത് ശരി, അപ്പൊ സാറായിരുന്നല്ലേ ഇത്? ഞാൻ നിങ്ങളെ തന്നെ കുറ്റം പറയുള്ളൂ. ഒന്നാമത് ഇത്രയും വലിയൊരു ഹോൾ ഇടാൻ പാടില്ല. ഇനിയിപ്പോ അഥവാ ഇട്ടെന്നിരിക്കട്ടെ, അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു. ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും. ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. മാഷേ, കൈ കൊടുക്ക്. ഉഗ്രൻ. ഇതുപോലെ റേഡിയോ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ചെവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അല്ല, സേതുരാമയ്യരുടെ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയേനെ. അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ടോ. ഇറങ്ങട്ടെ. ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അളിയനെയും കൂട്ടി ഇങ്ങോട്ട് പോയി. രക്ഷപ്പെട്ട്. നിങ്ങൾ തിക് ഫ്രണ്ട്സാ? நான் என்னமோ நினைச்சேன். நைஸ் டு மீட் யூ. അമ്പലത്തിലെ പ്രസാദാണ്. ഓ താങ്ക്സ്. அப்பா சாப்பிடாத. ஏற்கனவே சுகர் கம்ப்ளைண்ட் இருக்கு. தேங்காய் விட்ட காசு அக்கவுண்ட்ல போட்டுமா? ലക്ഷ്മി எதுக்கு? അതെ, ഏൽപ്പിക്കാൻ പറഞ്ഞ ഏൽപ്പിക്കാം. ജാസ്തി പേശ വേണ്ട അമ്പിസ്വാമി. കൊടുത്തേക്ക്. അവൾക്ക് എന്താ പ്രിന്ററോ മറ്റോ വാങ്ങിക്കാൻ? പ്രിന്ററാവത് മണ്ണാങ്കട്ടിയാത് ഇരിക്കേ പോതും അമ്മ. അപ്പാവ് വാങ്ങിത്തരില്ല. ആരുടെങ്കിലും കാല് പിടിച്ച് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിന് ഉടക്ക്. കിട്ടണ കാശ് മുഴുവൻ ആനക്കാർക്കും മേളക്കാർക്കും കൊടുക്കാൻ ഒരു വിഷമമില്ല അപ്പാവുക്ക്. അവളൊരു പ്രിന്റർ വാങ്ങുന്നതിലാ കുഴപ്പം. നീ ഒരുത്തനാക്കി പെങ്ങളെല്ലാം വഷളാക്കുന്നത്. ഇനി ഇവിടെ ഇന്നാലേ ബാങ്കിലിടാൻ പൈസ കാണത്തില്ല. ഞാൻ പോരേമ്മാ. ഉച്ചക്ക് സാപ്പാടുക്ക് മുന്നേ വരുമാ? സമയം ഇരുന്നാ വരും. ആമാ. പോണ വഴിക്കോ ഇടയ്ക്കോ ചെണ്ടയോ കണ്ട അതിന്റെ കൂടെ ലഞ്ച്. ഇപ്പൊ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് മനസ്സിലായില്ലേ? അളിയൻ ബാങ്കിലോ മറ്റോ ആയിരുന്നല്ലോ. ഇപ്പോ? അതെ, ഇവിടെ അടുത്ത് ലോഡ് കൃഷ്ണ ബാങ്കിലായിരുന്നു. ഇടയ്ക്ക് പ്രൊമോഷനോട് നോർത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. പോയില്ല, VRS എടുത്തു. അതെന്ത്? അവിടെ ആനയും മേളവും പൂരമൊന്നും ഇല്ലല്ലോ. അത് തന്നെ കാരണം. കുഞ്ഞെ ഒരു 5 മിനിറ്റ്. ഓ അച്ഛൻ പോയിട്ട് വാ. ആട്ടോക്കാരും നല്ല ഭാഷ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇനി നാട് നന്നാവും. അച്ചോ, അധികം താമസിച്ചായി എക്സ്ട്രാ ചാർജ് തരേണ്ടി വരും കേട്ടാ. അവസാനം കണാ വർത്താനം പറഞ്ഞാൽ കൊണം മാറുവേ. പറഞ്ഞത് തിരിച്ചെടുത്തു. ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. നമസ്കാരം. സേതുരാമയ്യ. അതെ, ഞാൻ ഫാദർ ഗോമസ്. കണ്ണൂർ ജയിലിൽ നിന്നാ വരുന്നത്. ജയിൽ പുള്ളിയൊന്നുമല്ല കേട്ടോ. പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാപികളെ അല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, ഞാൻ വന്ന കാര്യം പറയാം.
അലക്സിനെ തൂക്കും മരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും CBI ആണ്. കൂട്ടക്കൊല ചെയ്ത അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ. എവിടെ ഇത് സംഭവിച്ചത്? ഇരണിയൽ നാദാമംഗലം. ഇരണിയൽ 5 പേരും നാദാമംഗലത്തിൽ 2 പേരും. ബാലഗോപാലൻ സാറാ അന്നാ കേസ് അന്വേഷിച്ചത്. ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ. അന്നത്തെ അലക്സ് അല്ല ഇന്ന്. ആളാകെ മാറി. മരണത്തെക്കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല. അവൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി. താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന്. നിങ്ങളെ നേരിട്ടവന് പരിചയമില്ല. പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ ബഹുമാനവുമാണ്. ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ? ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിനറി സെലിബ്രേഷന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതവൻ പത്രത്തിൽ കണ്ടു. അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു. പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെ എന്ന്. അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. പ്ലീസ്, ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ്. ചാക്കോ സർ, ഈ അലക്സ് എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു പിടിയില്ല സർ. വളരെ ഏബിളായ ഓഫീസറാണ് ബാലഗോപാൽ. എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും? നെവർ. ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ. ഈ കേസ് എങ്ങനെയാണ് CBI അടുത്തെത്തിയത്? ആസ് യൂഷ്വൽ. പൗരമുന്നണി, പ്രകടനം, ധർണ, കോടതി ഇടപെടൽ, അവസാനം കേസ് CBIക്ക്. ഈ കേസ് ഒന്ന് ബ്രീഫ് ചെയ്യോ? സർ, ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും CBIയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് CBI ഏൽപ്പിക്കുന്നത്. ഐ എം പൗത്രൻ സർക്കിൾ ഇൻസ്പെക്ടർ, ക്രൈം ബ്രാഞ്ച്. പ്രതി ഹാൻഡ് ഓവറിയും കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ. വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈം ബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തൊക്കെ. ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പൂർത്തിയാകാറുമായി. പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് CBIക്കും. ഐ നോ ഇറ്റ് മിസ്റ്റർ പവിത്രൻ. CBI ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഓർഡർ. എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിങ് ആണ് സാർ. ഈ തൂണിൻ ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. സോറി, ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലിലുണ്ട് സാർ. ചാക്കോ സർ, ഇറങ്ങി പാടോ. സാർ, ഈ ഏമാന്റെ വക കുറെ കുത്ത് കഴിഞ്ഞവിടെ. ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ വകയാണോ? ആയിക്കോട്ടെ, വാ. ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് 7 പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. നല്ല മാർക്കോടെ BA പാസ്സായി, തുടർന്ന് MAക്ക് ചേർന്നു. പക്ഷെ MA പാസ്സായില്ല. കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി. വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി. ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ. അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ അലക്സേ? അങ്ങനല്ല എന്ന് പറഞ്ഞ താൻ വിശ്വസിക്കോ? വേറൊരുത്തി
എല്ലാത്തിനും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തലയെ കയറ്റിയതാ പൊന്നോ. ഞങ്ങളത് ഇറക്കാൻ ശ്രമിക്കാം, പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ട ചാക്കോ. സർ ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട്. ഉടമസ്ഥൻ ലോനപ്പൻ. പാരമ്പര്യമായി വലിയ പണക്കാരൻ, ബിസിനസ്സുകാരൻ. പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും. ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് 5 പേര്. എനിക്കറിയില്ല. ഇരണിയിൽ 5, നാദാമംഗലത്ത് 2, അങ്ങനെ ആകെ 7 പേര്. ഇവർ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട്. അറിയില്ല. ഈ 2 വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. എനിക്കറിയില്ല. അപ്പൊ ഈ 2 വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നീ BA വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ആയും ലായും അല്ലാതെ വേറെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞൂടെ? ഒന്ന് സഹകരിക്കടാ മോനെ. സർ, രണ്ടുപേരും കാണാം സർ. രണ്ടിടത്ത് പാൽ താമസമില്ല. ആ പിന്നെ പ്രതിയെ കൊണ്ടിരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം. അല്ല, ആള് കൂടുവേ ഇല്ലേ? ദെൻ നോ പ്രോബ്ലം. സർ, ഇവിടെയാണ് ലോനപ്പന്റെ ബോഡി കിടന്നത്. സർ, ഇവിടെ മൂത്ത മകൻ മോഹൻകുട്ടൻ. അടുത്ത ആ മുറിയിൽ. ഇത് ലോനപ്പന്റെ ഭാര്യ മറിയാം. സർ, അടുത്ത അവിടെ. ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കുട്ടൻ. സർ, 5th വൺ. ഇത് മൂത്ത മകന്റെ ഭാര്യ അനിത. സാറേ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഇവരാണോ ഈ പൗരമുന്നണിക്കാര്? അതെ, പക്ഷെ നേതാക്കന്മാർ നാദാമംഗലത്താ. അവിടെ മുന്നണി രൂപം കൊണ്ടത്. CBIക്ക് പഴയ പവർ ഉണ്ടോ സാറേ? എന്താ സംശയം? അല്ല, വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു പ്രശ്നം വന്നാൽ CBIയും വളയില്ലേന്ന് ഞാൻ ഒരു സംശയം. എന്നാരോടോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല സാറേ, ഈ അടുത്തുണ്ടായ കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കിയില്ല. അത് CBI അദ്ദേഹത്തിന് കീഴുള്ളതുകൊണ്ടല്ലേ? അതും ഇതും തമ്മിൽ എന്താടോ ബന്ധം? ഇങ്ങോട്ട് മാറിയില്ല. എല്ലാരെയും സംശയിക്കണം സാറേ, അതാ കാലം. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും. അല്ല, സേതുരാമേരില്ലേ സാറേ? അദ്ദേഹം ഡൽഹിയിലാ. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. സാറിന്റെ പേരന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുടെ പറ കേൾക്കട്ടെ. ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു. അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത്. ഇതിന് എപ്പോ തിരിച്ചു വരും? ഉടനെ വരും സർ. ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം 30 കിലോമീറ്റർ വരും. ഇരണിയിലെ കൂട്ടക്കൊലപാതകം നടന്നത് ഉദ്ദേശം 10-ന് 10:15 അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിന്റെ വീട്ടിലേക്കാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റിയായിരിക്കണം. അങ്ങനെ ആകെ 30-38 കിലോമീറ്റർ. സോ ഉദ്ദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്ത് കാണും. തുടർന്നാണ് നാദാമംഗലം മാടം. അത് ഉദ്ദേശം 11-നും 11:15 ഇടയ്ക്ക്. ദാറ്റ് മാച്ചസ് ദ ടൈമിംഗ് സർ. ഓക്കെ, ചുറ്റിവളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ? അവനൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ്. ചാക്കോ സർ, നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം, ചുറ്റി വളഞ്ഞ്.